സൂരജ് സജ്ജി വിവരങ്ങളുമായി ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, ഈ പോലീസ് എന്തൊക്കെ കാര്യങ്ങൾ നൽകുന്നുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട്? സൂരജ്, ഉന്മേഷ്, സ്ത്രീധന നിരോധന പ്രകാരം ഈ ഷാരോണിനെതിരെ കേസെടുത്തിട്ടുണ്ട് പോലീസ്. 6 മാസം മുമ്പാണ് ഷാരോണും അർച്ചനയും പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത്. പിന്നീട് ഷാരോണിന്റെ വീട്ടിലായിരുന്നു ഇരുവരും താമസം. ഇതിനിടയിൽ നേരത്തെയും അർച്ചനയെ മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കുടുംബം ആരോപണമായി ഉയർത്തുന്നത്. ഈ കോളേജിൽ പോയി മടങ്ങി വരുന്നതിനിടയിൽ ഈ കോളേജിന് മുൻപിൽ ആളുകൾ കൂടി നിൽക്കുന്ന ഇടത്ത് വെച്ച് ഷാരോൺ അർച്ചനയെ മർദ്ദിച്ചിരുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ ഇടപെടുകയും ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ പിന്നീട് ഈ വിവരം ഈ അർച്ചനയുടെ അച്ഛനെയും ബന്ധുക്കളെയും വിളിച്ചറിയിക്കുകയും ചെയ്തു. അങ്ങനെ അച്ഛൻ ഈ വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച് ഒരു പരാതി നൽകിയതാണ്. അന്ന് സ്റ്റേഷനിലേക്ക് ഇരുകൂട്ടരെയും വിളിച്ചു വരുത്തി അവിടെ വെച്ച് ഷാരോൺ ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് അർച്ചന വീണ്ടും മടങ്ങിപ്പോയതെന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ വീണ്ടും ഇത്തരത്തിൽ ഈ മർദ്ദനവും അടക്കം തുടർന്നു. പക്ഷേ ഇത് അർച്ചനയ്ക്ക് വീട്ടുകാരോട് പറയാൻ പോലും അനുവാദം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവരെ ബന്ധപ്പെടുന്നതിന് ഒന്നും തന്നെ അനുവാദം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളൊന്നും തന്നെ വീട്ടുകാരെ സംബന്ധിച്ച് പുറത്തേക്ക് അറിയാത്തൊരു സാഹചര്യം കൂടിയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഇന്നലെ വൈകുന്നേരം 4 മണിയോടുകൂടി ഈ പെട്രോൾ ഒഴിച്ച് അർച്ചന ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. ആ വേദനയിൽ പിന്നീട് ഈ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടുന്നു. സമീപത്തെ ഈ കോൺക്രീറ്റ് കാനയിൽ വീണ നിലയിലാണ് അർച്ചനയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ഇപ്പോൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഉന്മേഷ്, ശരി. സൂരജ് സജ്ജിയാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.